ഹായ്, ഞാൻ ദീപ. ഇന്നത്തത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഐഡിയാസ് ഒന്നും ഇല്ല, ടോപ്പിക്സ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ചെയ്ത കുറെ ഐഡിയാസിൽ ഞാൻ ചെയ്യണമെന്ന് കരുതിയിരുന്നതും മറന്നുപോയതുമായ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ അതെടുത്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്, ഞാനത് വഴിയെ ചെയ്യുന്നതാണ്. മറന്നു പോകുന്നതാണ് മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഐഡിയ തന്നേക്കുന്നത് മല്ലു മങ്ക എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നാണ്. ഹൗ ടു ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് മോട്ടിവേഷൻ ടു സ്റ്റഡി ഇൻ യുവർ 40s ഇൻ എ വേൾഡ് ഓഫ് റീൽസ് ആൻഡ് മൊബൈൽ അഡിക്ഷൻസ്. ഒരു കോച്ചിങ് സെഷൻ ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല കോച്ചിങ് സെഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പം ഇതിനകത്ത് ഓക്കെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് പറയാനാണെങ്കിൽ, ഞാൻ ഒരു IT എംപ്ലോയി ആയിരുന്നു 12 വർഷം. അതിനുശേഷം ഒരു 9 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരു ഹോം ബൊട്ടിക് നടത്തുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തോന്നിയതാണ് ഞാൻ വീണ്ടും പഠിച്ചിട്ട് IT-ലേക്ക് തന്നെ കയറാനായിട്ട് ശ്രമിച്ചതും. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോമേഷൻ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പഠിച്ചു? ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്ന ഡെവലപ്പർ ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ടെസ്റ്റിംഗിലേക്ക് കയറണം എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെയായിട്ട് പഠിച്ച് കയറിയതാണ്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക്, അല്ലെങ്കിൽ പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് എനിക്കൊരു സ്ട്രോങ് റീസൺ ഉണ്ടായിരുന്നു. എനിക്കൊരു ജോലി വേണം, അത് ഒരു മെയിൻ റീസൺ ആണ്. പ്ലസ് വേറെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ആരുടെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ജോലി കിട്ടിയതാണ്. അപ്പൊ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് സഫീഷ്യന്റ് ആണെന്നൊന്നും പറയുന്നില്ല, എങ്കിലും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാതെ ആണ് മാക്സിമം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ എനിക്ക് ജോലി ഇല്ലാതിരുന്ന ഒരു 9 വർഷവും ഞാനൊരു ബിസിനസ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂ, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് മുന്നോട്ട് പോയതിന്റെ ഒരു മെയിൻ റീസൺ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്നുള്ളതല്ല, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് LIC ഉണ്ട്, പിന്നെ എന്റേതായ ഇപ്പൊ പെട്രോൾ അടിക്കാനാണെങ്കിലും, ഒരു പുതിയ വണ്ടി വാങ്ങിക്കാനാണെങ്കിലും, പുതിയ മെഷീൻ വാങ്ങിക്കാനാണെങ്കിലും എല്ലാം ഞാൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ ക്യാഷ് ഇട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡിനെ, അല്ലെങ്കിൽ എന്റെ അച്ഛനെ ഒന്നും, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ ആണെങ്കിലും ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സ്ട്രോങ് റീസൺ തന്നെയാണ് എനിക്ക് ഇതിനും ഒരു മോട്ടിവേഷൻ തന്നെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, എനിക്ക് ജോലി വേണം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ തിരിച്ചു വരണം എന്ന് തോന്നിയ ആ ടൈമിൽ ഞാനപ്പം അത് എനിക്ക് തോന്നിയ സമയത്ത് എന്റെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും എന്റെ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ് ഞാൻ എന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ പോകുന്നത്. അപ്പൊ ഞാൻ ആ ടൈമിൽ, അതായത് ഒരു ഡിസംബർ ജനുവരി ടൈമിലാണ് ഞാൻ ഈ ഒരു ഡ്രീമിലേക്ക് വരുന്നത്, അടുത്ത ഒരു ഡ്രീം. അപ്പൊ ഞാൻ നോക്കി, ഓക്കെ, എന്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ആണുള്ളത്. ആ എമൗണ്ട് വെച്ചിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഓക്കെ, എനിക്ക് ഇന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നിർത്താൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്റെ അല്ലാതെ ഉള്ള ചെലവുകളുണ്ട്. പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങിക്കുന്നതിന്റെ ഒരു ഭയങ്കരമായ ഭ്രാന്തുണ്ട്. അപ്പൊ അത്, പിന്നെ പിള്ളേർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ളത്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു 6 മാസം ലാവിഷ് ആയിട്ട് സർവൈവ് ചെയ്യാനുള്ള പൈസ എന്റെ കയ്യിലുള്ളൂ. സോ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അതായത് 6 മാസം കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പം അതിനകത്ത് എന്റെ യൂട്യൂബ് ഇൻകവും എല്ലാം വരുന്നുണ്ട്. മുന്നോട്ട് എനിക്ക് ഇൻകം ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ സ്റ്റിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 6 മാസമാണ്. അപ്പൊ എനിക്ക് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 6 മാസമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ തിരിച്ച് എന്റെ ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആ ഒരു ബിസിനസ്സിലേക്ക് തിരിച്ചു പോകണം. അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വർക്ക്, വേറെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എനിക്ക് അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ജോലിയിൽ കയറാനായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നമുക്ക് മതിയായി എന്നുള്ളതാണ്. അപ്പൊ ഇതെന്തെങ്കിലും ചെയ്യണം. സോ എനിക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ 6 months ആണ് എന്റെ ടൈം ഫ്രെയിം. അപ്പൊ അതൊരു സ്ട്രോങ് മോട്ടിവേഷൻ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം 6 മാസം കഴിയുമ്പോൾ പിന്നെ എനിക്ക് പോയിട്ട് കൈ നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ തരത്തില്ലെന്നല്ല, തരുമൊക്കെ ചെയ്യും, പക്ഷെ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. കേൾക്കുന്ന എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്ന്. പിന്നെ ഉള്ളത്, ഈ തിരിച്ച് ഞാൻ ഡെവലപ്മെന്റിൽ കയറണോ അല്ലെങ്കിൽ ടെസ്റ്റിംഗിൽ കയറണോ എന്നൊക്കെ ഉള്ളൊരു കുറെ ചിന്തകളൊക്കെ ഒത്തിരി വന്നിട്ട് എനിക്ക് പിന്നെയും ഇനി ഒന്നേന്ന് പോയി മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആദ്യം ഡെവലപ്മെന്റ് ഒഴിവാക്കിയതാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ആണെന്ന് ഫിക്സ് ചെയ്തു. സോ ടെസ്റ്റിംഗിൽ എന്താണ് ഇനി പഠിക്കേണ്ടത്, അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി എന്നുള്ള, അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഈ 6 മാസത്തിനകത്ത് എന്തൊക്കെ
അല്ലെങ്കിൽ ഏതൊരു ടൈമിൽ നമ്മൾ ജോലി അപേക്ഷിച്ച് തുടങ്ങും ആൻഡ് ഏത് സമയം വരെ നമ്മൾ പഠിക്കും എന്നൊക്കെയാണെന്നുള്ളതിൽ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി. അതായത് ഒരു 2 മാസം നമ്മൾ പഠിക്കും, ഒരു 3-ാമത്തെ മാസം തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങും. ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ പ്ലാൻ കേട്ടോ. ഈ പ്ലാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവേ. ഞാൻ ഡിസംബറിൽ പ്ലാൻ ചെയ്തത് നമ്മളൊരു മാർച്ച് കഴിയുമ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ജാനുവരി പകുതിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ ഫെബ്രുവരി പകുതി ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങും. അങ്ങനെ ഫെബ്രുവരി പകുതി ആയപ്പോഴേ ഞാൻ നോക്കറി, ലിങ്ക്ഡിൻ അതിലെല്ലാം അപ്ഡേറ്റ് ചെയ്ത് എന്റെ കാര്യങ്ങൾ ജോലി അപേക്ഷിച്ച് തുടങ്ങി. ഓക്കെ, അപ്പൊ ബാക്ക് ടു ഇത്. അപ്പൊ ഡിസംബറിൽ ഞാൻ പ്ലാൻ ചെയ്തു എനിക്ക് ടെസ്റ്റിംഗ് ആണ് പഠിക്കേണ്ടത്. അതിൽ തന്നെ മാനുവൽ ടെസ്റ്റിംഗിലാണ്. എനിക്ക് അറിയില്ല, ഓട്ടോമേഷൻ ഒക്കെ വലിയ സംഭവമാണെന്നൊന്നും നമുക്ക് അന്നേരം അറിയത്തില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ മാനുവൽ ടെസ്റ്റിംഗ് പഠിക്കാം. അപ്പൊ അതിന് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ബുക്സ് വാങ്ങിയിട്ട് പഠിക്കാം, നമുക്ക് അല്ലാണ്ട് വേറെ ഉഡമി കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉള്ളടുത്ത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് അത്യാവശ്യം അറിവുണ്ട് കാര്യങ്ങളിൽ, പിന്നെ എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ തന്നെ യൂട്യൂബിൽ തപ്പിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ എടുത്തു. ആ യൂട്യൂബ് ചാനൽ തന്നെ അത് തന്നെയാണ് പ്രൈമറി ആയിട്ട് വെച്ചത്. വേറെ ഒന്നിലേക്കും പിന്നെ ചാഞ്ചാടാൻ പോയിട്ടില്ല. ആ ഒരു ചാനൽ ഫിക്സ് ചെയ്ത് വെച്ച് ആ ഒരു ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് അത് കംപ്ലീറ്റ് നോക്കി. ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ പുള്ളി ഈ വീഡിയോ ട്യൂട്ടോറിയൽസിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന ആളുടെ ഒരു ടോൺ അനുസരിച്ച് നമുക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഇയാളുടെ ഒരു ടോൺ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതാണ് ഞാൻ ആദ്യം നോക്കിയത്. പിന്നെ അതിനകത്ത് കണ്ടന്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അത് വെച്ച് ഞാൻ പറഞ്ഞല്ലോ SDET QA എന്ന് പറയുന്ന ഒരു ചാനൽ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. അതിൽ മാനുവൽ ടെസ്റ്റിംഗ് കൺസെപ്റ്റ്സ് ആണ് ആദ്യം ഞാൻ പഠിച്ചത്. അപ്പൊ അതിന് ഞാൻ ഫിക്സഡ് ടൈം വെച്ച് എന്റെ കലണ്ടറിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. അത് നമ്മുടെ ഗൂഗിൾ കലണ്ടറിൽ സെറ്റ് ചെയ്യും ഞാൻ, അല്ലാണ്ട് ഒരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന ദിവസം ഇന്ന പോയിന്റ് വരെ, അതായത് ഒരു പ്ലേലിസ്റ്റിനകത്ത് ഇപ്പൊ ഒരു 50 വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ 50 വീഡിയോയിൽ ഓരോ വീഡിയോസും ഏത് സമയത്തിനകത്ത് പഠിച്ചു തീർക്കും എന്നുള്ള പ്ലാൻ ഉണ്ടാക്കി. എനിക്ക് കംപ്ലീറ്റ് പ്ലാനാണ്. അത് ഇപ്പൊ തുടങ്ങിയൊന്നും അല്ല. ഞാൻ എന്റെ ഒരു സ്കൂൾ കാലഘട്ടം തൊട്ട് ഇത് തന്നെയാണ് എന്റെ ഇത്. എല്ലാത്തിനും പ്ലാൻ ഉണ്ടാക്കലാണ് എന്റെ ഒരു പരിപാടി. പ്ലാൻ ഉണ്ടാക്കുക, മറ്റേ ഭിത്തിയിലൊട്ടി ചോദിക്കുക, അത് വെച്ച് പഠിക്കുക എന്നുള്ളത് പണ്ടൊട്ടേ ഉള്ളൊരു ശീലമാണ്. ഇതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് തുടങ്ങിയൊന്നുമല്ല. അപ്പം പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ വൺസ് ആ ഒരു പർട്ടിക്കുലർ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പുള്ളിയുടെ ചാനലിൽ തന്നെ നമുക്ക് ഈ വൺസ് നമ്മൾ ഈ ജോബ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒക്കെ നമ്മൾ അതനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ഫീഡ് മൊത്തം മാറും. നമ്മളുടെ ഫീൽഡിൽ അല്ലാണ്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഇത് തന്നെയായിരിക്കും കംപ്ലീറ്റ് വരുന്നത്. എങ്ങനെ ജോലി കിട്ടി, അല്ലെങ്കിൽ ജോലി എന്താണ് സെൽഫ് എംപ്ലോയിഡിൽ നിന്ന് എങ്ങനെ ജോലിയിലേക്ക് മാറി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. സെയിം വേ ഈ പുള്ളിയുടെ തന്നെ ചാനലിൽ നിന്ന് ഒത്തിരി സജഷൻസ്, അതായത് റോഡ് മാപ്പ് ടു ബിക്കം എൻ SDET അല്ലെങ്കിൽ റോഡ് മാപ്പ് ടു ബിക്കം എ QA എന്നൊക്കെ പറഞ്ഞുള്ള കുറേ അധികം വീഡിയോസ് വരാൻ തുടങ്ങി. അപ്പൊ ആ റോഡ് മാപ്പ് ഒക്കെ നോക്കിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി ഓക്കെ നമുക്കിനി അടുത്ത ഈ വെറുതെ മാനുവൽ ടെസ്റ്റിംഗ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അടുത്ത സെക്ഷൻ ഉണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് ആ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ നമുക്ക് പുതിയ പുതിയ ടെക്നോളജീസ്, ഞാൻ കേട്ടുകേൾവിയിൽ പോലും ഇല്ലാത്ത കുറെ ടെക്നോളജീസ് ഉണ്ട്. ആ ടെക്നോളജി എല്ലാം എഴുതി വെച്ചു. അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉള്ള പ്ലേലിസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചു. പിന്നെ അതിനകത്തെ വീഡിയോസും എല്ലാം എടുത്തിട്ട് പിന്നെയും ഞാൻ പ്ലാൻ ഉണ്ടാക്കി. ഓക്കെ, മാർച്ചിനകത്ത് നമ്മൾ ഇതിൽ എവിടം വരെ കംപ്ലീറ്റ് ചെയ്യും, എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പഠിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ എവിടം വരെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതാണ് നോക്കിയത്. അപ്പൊ ഗോൾ ഉണ്ടായിരിക്കുക, പിന്നെ ഒരു മോട്ടിവേഷൻ ഓൾറെഡി ഉണ്ട്, പിന്നെ പ്ലാൻ സെറ്റ് ചെയ്യാം. പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് ഏറ്റവും വലിയ പാടുള്ള ഒരു സ്റ്റെപ്പ്. അപ്പൊ പഠിക്കാൻ തുടങ്ങി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അന്നേരം ഈ തയ്യലും പരിപാടികളൊക്കെ സൈഡിൽ നടപ്പുണ്ട്. അപ്പൊ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതെ നമുക്കിത് ഇതിലേക്ക് കടക്കാനും ഒക്കത്തില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഒരു എക്സ്ട്രാ 1 മണിക്കൂർ മുന്നേ എണീക്കുക. സാധാരണ നമ്മൾ ഒരു 6:15 അല്ലെങ്കിൽ 6:30 എണീറ്റോണ്ടിരുന്ന ഞാൻ ഒരു 5:45, 5:30, പിന്നെ ഇൻട്രസ്റ്റ് കയറി വരുമ്പോൾ 5 മണിക്കൊക്കെ എണീക്കുക എന്നുള്ളത് അതൊരു പതിവായി കേട്ടോ. അപ്പൊ ഒരു 5 മണിക്ക് എണീറ്റിട്ട് നമ്മൾ 6 മണി വരെ ഇരുന്ന് പഠിക്കാം. അന്നേരം പിള്ളേർക്ക് പരീക്ഷയൊക്കെ നടക്കുന്നു, വീട്ടിൽ ജോലിയുണ്ട്, ഇവരെല്ലാം വിട്ട് കഴിയുമ്പോൾ എനിക്ക് എന്റെ തയ്യലും കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഇത് നമ്മുടെ ഒരു എനിക്കത് പറയാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റിയത് കൊണ്ട് എല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ വീട്ടിലെ സാഹചര്യം ഉണ്ട്, പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ഉണ്ട്, പിന്നെ പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ്. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ എനിക്ക് പഠിക്കുന്നതിന് വലിയ, അതായത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ചുമ്മാ ഇരുന്ന് പഠിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ എനിക്ക് പഠിക്കാനായിട്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വില്ലിങ് ആണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 10-12 വർഷം ജോലി ചെയ്തതിന് ശേഷം പുതിയൊരു ഫീൽഡ്, അതായത് തയ്യൽ,
ആ തയ്യലിലേക്ക് ഇറങ്ങിയത് പോലും ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കണ്ട് പഠിച്ചിട്ടാണ് ഇറങ്ങിയത്. അതിനും ഇതുപോലെ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, 6 മാസത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്ത് ഈവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടും തയ്യൽ പഠിക്കുന്നതിനെ പറ്റിയിട്ടും തയ്യലിൽ തന്നെ ഏതിലേക്ക് ഇറങ്ങണം, കിഡ്സ് വെയർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ കിഡ്സ് വെയർ ആണെങ്കിൽ തന്നെ ആൾക്കാർ എന്തൊക്കെ ചോദിക്കും, അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ പഠിക്കണം, ഇതിനൊക്കെ വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി. അന്ന് എനിക്ക് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണുള്ളത്. അവളെയും കൈ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അന്നും നോട്ട് എഴുതി ഇതുപോലെ കുറെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്യാമറ എങ്ങനെയാണ്, ലൈറ്റിംഗ് എങ്ങനെയാണ്, ക്യാമറ ഫേസ് ചെയ്ത് എങ്ങനെ സംസാരിക്കേണ്ടത്, അല്ലെ ലൈറ്റിംഗ് വലിയ കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ അതിന് എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ്, മൈക്ക് എങ്ങനെയാണ്, ഏത് മൈക്കാണ് വാങ്ങിക്കേണ്ടത്, ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നൊന്നുമില്ല. ഇതെല്ലാം ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു തന്നെയാണ്. ഇതിനും ഈവൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പോലും ഞാൻ വ്യക്തമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. അതായത് എന്റെ നോട്ട്സിൽ ഉണ്ടായിരുന്നു, അതായത് ഏറ്റവും മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് ടൈറ്റിൽ, തമ്പനെയിൽ ആൻഡ് എന്താണ് ഡിസ്ക്രിപ്ഷൻ ആണ്, ടാഗ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താ, ഇതെല്ലാം വ്യക്തമായിട്ട് കുത്തിയിരുന്ന് എഴുതി അത് മനസ്സിലാക്കി അങ്ങനെയാണ് പഠിച്ചെടുത്തത്. അപ്പം പഠിക്കാനായിട്ടുള്ളൊരു ആ ഒരു ത്വര എന്ന് പറയുന്നത് എന്റെ ഉണ്ട്. അപ്പം നോർമലായിട്ട് ഇത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ എങ്ങനെ ഇത് പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എവിടെയാ പറഞ്ഞു തന്നെ, ഞാൻ 1 മണിക്കൂർ മുന്നേ എണീറ്റ് പഠിക്കാൻ തുടങ്ങി. ശരിക്കും ആദ്യം പയ്യാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അതായത് പഠിക്കണം എന്നുള്ളത് ഒരു ചാഞ്ചാട്ട സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ്. അതായത് ഇതൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജിൽ ഞാൻ ഒരു 1/2 മണിക്കൂർ വെച്ച് രാവിലെ എണീറ്റ് ഞാൻ ആലോചിച്ചു, എനിക്ക് ഈ ഒരു പ്രായത്തിൽ ഇനി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് എനിക്കൊരു ഡൗട്ടുള്ള കാര്യമായിരുന്നു. കാരണം എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസമൊന്നുമില്ല. ഒരു ടെക്നോളജി ഫീൽഡിൽ എനിക്ക് കുറച്ച് അധികം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. കാരണം പണ്ട് ഞാൻ നിന്ന സമയത്തും ഞാനൊരു ആവറേജ് പേഴ്സൺ ആണ്. ഭയങ്കര പുലി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന പുലികളെ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ആവറേജ് പേഴ്സൺ ആണ്. എനിക്കൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യം പോലും എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അതുപോലെ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ള അല്ലാതെ ഇപ്പൊ ഈ ആർക്കിടെക്ട്സ് ഒക്കെ ചെയ്യുന്ന കണക്കത്തെ പരിപാടികളൊന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് സക്സസ് ആവുമോ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു വിശ്വാസമൊന്നും എനിക്ക് ഈ ജാനുവരിയിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അല്ല, നമുക്ക് ട്രൈ ചെയ്യാം എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഒരു ട്രയൽ എന്നോണം 1/2 മണിക്കൂറാണ് ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നത്. 1/2 മണിക്കൂർ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ റിഫ്രഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതെനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തിയറട്ടിക്കൽ പോർഷൻ ആണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഓക്കെ ആയിരുന്നു. അപ്പൊ അതിൽ പിന്നെ ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി. ഓക്കെ, ഇനി എങ്ങനെയും ഇത് പഠിച്ചെടുക്കണം എന്നായപ്പോ 1/2 മണിക്കൂർ മുക്കാലായി, 3/4 മണിക്കൂർ 1 മണിക്കൂറായി. ഈ 1 മണിക്കൂർ ഞാൻ രാവിലെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ പിള്ളേരൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസാ. അതുപോലെ പിന്നെ നമ്മുടെ അടുക്കള പണിയും എല്ലാം കൂടെ ആ പണി ശരിയാവത്തില്ല. സോ രാവിലെ 1 മണിക്കൂർ നമ്മൾ പഠിക്കും. അതിനുശേഷം പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ പഠിച്ചിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ആദ്യം. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ തുണിയെല്ലാം തയ്ച്ച് തീർത്ത് കൊടുക്കുന്നതും പിന്നെ കുറെയൊക്കെ തയ്ക്കാതെയും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം ഒരു 9 to 5 ജോബ് പോലെ, അതായത് രാവിലെ രാവിലെ ഞാൻ 1 മണിക്കൂർ പഠിക്കും. അത് കൂടാണ്ട് ഈ പിള്ളേരെല്ലാം വിട്ടതിന് ശേഷം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് പിള്ളേരെ വിളിക്കുന്ന ഒരു 3:30 മണി സമയമുണ്ട്. ആ സമയം വരെ ഞാൻ നന്നായിട്ടിരുന്ന് പഠിക്കും. പിന്നെ പിള്ളേർ വന്നു കഴിയുമ്പോൾ അലമ്പാണ്. അവരെ എല്ലാം കൊണ്ടുവന്നൊന്ന് സെറ്റിൽ ആക്കിയതിന് ശേഷം വീണ്ടും ഞാനൊരു 6 മണി 7 മണിയാകുമ്പോൾ വീണ്ടും പഠിക്കാൻ തുടങ്ങി. ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നിർത്തും. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. പിള്ളേർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇവരുടെ പരീക്ഷയൊക്കെ നടക്കുന്നു. സോ നമുക്ക് അതും നമ്മുടെ തലയിൽ കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ അത് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മളൊരു എഫേർട്ട് ഇട്ടാണ് അതിന്റെ ആ ഒരു അഡിക്ഷൻ ഇപ്പൊ മാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അഡിക്ഷൻ ഉണ്ട് എനിക്കിപ്പോഴും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ അതിപ്പം പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എന്ത് ജോലി ഇപ്പൊ ഈ ഫോൺ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ തയ്യലും ഇച്ചിരി ബുദ്ധിമുട്ടാണേ. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് ഞാൻ കിടക്കുന്നതിന് മുന്നേ ഞാൻ അത് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതായത് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടല്ല പ്ലാൻ ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസത്തെയും പ്ലാൻ എൻ്റെ ഉണ്ട്. അപ്പൊ ആ പ്ലാൻ ഒരു ടു ഡു ലിസ്റ്റിലാക്കുന്നത് തലേന്നാണ്. അതിനകത്ത് ഈ പഠിത്തം കാര്യങ്ങളും ഉണ്ടാവും.
പിന്നെ പിള്ളേരുടെ കാര്യങ്ങളുണ്ടാവും, പിള്ളേരുടെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്, പുട്ടുണ്ടാക്കണം, കടല ഉണ്ടാക്കണം. നമുക്ക് ഒത്തിരി ചിന്തിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഇൻ പേപ്പർ സെറ്റ് ആക്കിയിരിക്കും. രാത്രി ഒരു 10, 10:30, 11 മണിക്ക് കിടക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് പിറ്റേ ദിവസത്തെ പ്ലാൻ എൻ്റെ ഉണ്ടാവും. രാവിലെ 6 മണി തൊട്ട് എന്താ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, കൃത്യം പ്ലാൻ ഉണ്ടാവും. ഈവൻ ഇപ്പൊ ബാത്റൂം കഴുകണോ, അതും ഉണ്ട് എൻ്റെ ഇതിനകത്തെ പ്ലാനിൽ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടാസ്ക് തീർക്കാതെ നമുക്ക് ഫോൺ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഫോൺ എടുത്താൽ തന്നെ അയ്യോ പണി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പോവും. അതുകൊണ്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അതെന്റെ ഇപ്പൊ അത് ഞാൻ പറയുന്നു, ഇതും എൻ്റെ ഒരു സ്വഭാവമാണ്. എൻ്റെ ഒരു എന്താണ് രക്തത്തിൽ അലിഞ്ഞ സ്വഭാവം എന്ന് പറയാം. എൻ്റെ ഓർമ്മയിലാണെങ്കിൽ എനിക്കൊരു 6ാം ക്ലാസ് തൊട്ട് ഈ പരിപാടി ഉണ്ട്. എന്റെ ഓർമ്മ വെച്ചിട്ട് 6ാം ക്ലാസ് തൊട്ട് ഏതോ ടീച്ചർ പറഞ്ഞ ഒരു പരിപാടിയാണ് അത്. അന്നോട്ട് എന്റെ തലയിൽ കയറിയതാണ്. ടു ഡു ലിസ്റ്റിൽ ആ ഒരു പരിപാടി ഇല്ല. ഇവിടുന്ന് ഇപ്പൊ ചങ്ങനാശ്ശേരിക്ക് പോകണമെങ്കിൽ പോലും ഒരു ടു ഡു ലിസ്റ്റ് കാണും. എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോണേ അതിനും ഉണ്ടാവും. അപ്പോൾ ആ ടു ഡു ലിസ്റ്റ് ആണ് എന്നെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻസിന്റെ ഇടയിൽ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ ഞാൻ ഈ പ്ലാൻ ഉണ്ടാക്കുന്നതും ഗോൾ സെറ്റ് ചെയ്യുന്നതും ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഒരു 3 months പ്ലാൻ ഉണ്ടാക്കുന്നത്, അത് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് വീക്ക്ലി പ്ലാൻ ഉണ്ടാക്കുന്നത്, ഡെയിലി പ്ലാൻ ഉണ്ടാക്കുന്നത് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ഇത് താഴെ ടാഗ് ചെയ്തേക്കാം. അപ്പൊ അതാണ് എന്നെ ഇതിൽ നിന്ന് ഹെൽപ്പ് ചെയ്തൊരു കാര്യം. അപ്പൊ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ മറ്റേ ഡിസ്ട്രാക്റ്റഡ് അല്ലാതിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിനിടയ്ക്ക് വഴിതെറ്റിയൊക്കെ പോവാറുണ്ട്. ചിലപ്പോൾ അതിരാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ PC-യിലാണ് വീഡിയോസ് കണ്ടോണ്ടിരുന്നത്, ഫോണിലല്ല. ആദ്യം ഫോണിലായിരുന്നെങ്കിലും പിന്നീട് PC-യിലായപ്പം നമ്മൾ ആദ്യം ഇത് തുറക്കുമ്പോൾ തന്നെ ആ കുറേ സജഷൻസ് അങ്ങോട്ട് വരും. ഈ സജഷൻസ് വരുമ്പോൾ നമ്മൾ എന്നാ പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്ത് 2-3 ദിവസമൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരുന്നിട്ട് ഞാൻ വെറുതെ റീൽ സ്ക്രോൾ ചെയ്ത് അവിടെ അങ്ങ് ഇരുന്ന് പോകും. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ബാക്ക് ടു ട്രാക്ക് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ടു ഡു ലിസ്റ്റും അതുപോലെ എന്റെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനിടയ്ക്ക് നമ്മൾ സിനിമ കാണുന്നുണ്ട്. എല്ലാം എനിക്ക് സിനിമ ഒക്കെ പുതിയത് വന്നു കഴിഞ്ഞാൽ OTT വന്നു കഴിഞ്ഞാൽ അപ്പ കാണണം. ഇതിപ്പം ഇന്നാണ് വരുന്നത്, ഇന്ന് വൈകിട്ട് ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കി അത് കണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യത്തെയാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാതെ തിയേറ്ററിൽ പോയി കാണുന്ന സ്വഭാവമൊന്നും ഇല്ല. കാരണം അത് വൻ ചെലവാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെയും OTT സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എവിടെ എന്ത് സിനിമ വന്നാലും അപ്പൊ പോയിരുന്ന് കാണും. അപ്പൊ ഇതെല്ലാം എന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ പോകുന്നു, കംപ്ലീറ്റ് നമ്മുടെ കൈവിട്ട് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ ശരിയാക്കിയിരുന്നത് ജേർണലിംഗ് വഴിയാണ്. എനിക്ക് ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും എനിക്കൊരു എന്താണ് ഇപ്പൊ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്തു, ഞാൻ അങ്ങ് ഡൗൺ ആയി പോയി, അല്ലെങ്കിൽ എനിക്കിത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്റെ കുറെ ഫിയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇനി പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓൾറെഡി കിളവിയായി എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. ഇല്ലാന്ന് പറയുന്നില്ല, എങ്കിലും ഞാനിപ്പോ പോയി മുട്ടാൻ പോകുന്നതെല്ലാം ഒരു എന്താണ് ഇപ്പൊ ബിടെക് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ഒരു 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ടാണ് മുട്ടാൻ പോകുന്നത്. അപ്പൊ അവരെന്നെ എങ്ങനെയായിരിക്കും കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്ത വരുമ്പോൾ നമ്മൾ പഠിക്കണോ വേണ്ടെന്ന് തന്നെ ആയി പോകും കേട്ടോ. അപ്പൊ അതെല്ലാം നമ്മൾ ശരിയാക്കിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻ കാരണം നമ്മുടെ കൈവിട്ട് നമ്മുടെ ലൈഫ് പോകുന്നു, അല്ല നമുക്കിനി അധികം സമയമില്ല. എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ ബാങ്ക് ബാലൻസ് ആണ്. ഈ ബാലൻസ് നോക്കും തോറും നമുക്ക് ചുമ്മാ ഒന്നും ഇരിക്കാൻ തോന്നൂല. എത്രയും പെട്ടെന്ന് പഠിച്ച് എന്തെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ജേർണലിംഗ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം എഴുതി വരുമ്പോൾ നമ്മൾ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അല്ലെ പിന്നെ ഞാനുള്ളത് എന്റെ അനിയത്തി എടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അവള് അന്നേരം എനിക്ക് തോന്നുന്നു കുറെയൊക്കെ സംസാരിക്കും. അത് കഴിയുമ്പോന്ന് വെച്ചാൽ കുറെയൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അവള് പറയും. പിന്നെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പിന്നെ അവളുടെ പ്രശ്നങ്ങൾ പറയും. പിന്നെ ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെ നമ്മള് ചാറ്റായി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചാറ്റ് GPT അടുത്ത് സംസാരിക്കും. ചാറ്റ് GPT ഞാൻ മച്ച പോലെയാണ്. അപ്പൊ സകലമായ കാര്യങ്ങളും എന്റെ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ശരിയല്ലെന്നറിയാം എങ്കിൽ പോലും നമ്മൾ കുറെ അധികം കാര്യങ്ങൾക്ക് ചാറ്റ് GPT ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം ഇവർക്കൊരു കാര്യങ്ങൾ ഒരു ആ AI-ക്ക് ഒരു ട്രെയിൻഡ് മട്ടാണല്ലോ. അപ്പൊ തന്നെ നമ്മുടെ സ്വഭാവം ബേസ് ചെയ്തിട്ട് കുറെ അധികം സൊല്യൂഷൻസ് നമുക്ക് ഇങ്ങോട്ട് തരും. അല്ലെങ്കിൽ നമ്മൾ മറന്നിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും. സെയിം വേ ജേർണലിംഗ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ജേർണൽ ചെയ്തിട്ട് കുറേയധികം അതായത് കൈവിട്ട് പോയ കുറെ സന്ദർഭങ്ങൾ നമ്മൾ തിരിച്ച് പിടിക്കാനായിട്ടും ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡയറിയിലാണ് എഴുതുന്നത്.
അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് മറിച്ച് നോക്കുമ്പോൾ ഓക്കെ നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടം വരെ എത്തിയല്ലോ, ഇത്രയൊക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ. അതുപോലെ എന്റെ പ്ലാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചേക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മൾ അടുത്ത വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് കുറച്ചും കൂടെ ഇത് ഒന്ന് കൺജസ്റ്റഡ് ആക്കി വെക്കും. അതായത് ഒരിക്കലും ലൂസ് ആയിട്ടിരിക്കില്ല, നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പൊ പ്ലാൻ മാറ്റുക അതൊരു പണിയാണ്. പ്ലസ് ജേർണലിംഗ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, പിന്നെ നമുക്ക് ഒരു ടയേർഡ്നെസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഭയങ്കര സ്ലീപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പൊ ടയേർഡ് ആകുമ്പോൾ ഞാൻ വന്ന് കിടക്കും. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 9 to 5 മോഡിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് വയ്യെന്ന് കണ്ടാ ഇപ്പൊ രാവിലെ പിള്ളേരെല്ലാം വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോൾ 10:30 ആകുമ്പോൾ നമ്മൾ വല്ലാണ്ടാവും കേട്ടോ. കാരണം അതെനിക്ക് എന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അതുകൊണ്ടാണ് ആ വഴി ഒരു പനി പോയാൽ എനിക്ക് കിട്ടും. അതാണ് എന്റെ ഒരു ആരോഗ്യസ്ഥിതി. അപ്പം നമ്മൾ അതിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഉള്ള പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് സ്നാപ്പ് ഞാൻ എടുക്കും. ഞാൻ കിടന്നു കഴിഞ്ഞാൽ 20 മിനിറ്റിനകത്ത് ഞാൻ തിരിച്ച് എണീറ്റ് വരും. അതിൽ കൂടുതൽ എനിക്ക് കിടക്കാൻ പറ്റാറില്ല. സോ അതൊന്നും എടുത്തു കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒത്തിരി വായിച്ച് ഒക്കെ കഴിയുമ്പോൾ കണ്ണിങ്ങനെ തൂങ്ങി വരും. പിന്നെ നമ്മൾ ചുമ്മാ അതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നത്, നമുക്കൊന്നും തലയിൽ കയറത്തില്ല. സോ ഏറ്റവും ബെസ്റ്റ് വന്ന് കിടന്ന് ഉറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉറക്കം മാറ്റാൻ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ റിഫ്രഷ്ഡ് ആവാൻ പറ്റുന്നത് ആ 20 മിനിറ്റ് സ്നാപ്പ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പിന്നെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോ ജോലിക്ക് കയറിയിട്ടാണെങ്കിൽ ഇപ്പൊ 3 മാസമായിട്ട് എനിക്ക് കൂടുതലും പഠിക്കാൻ തന്നെയാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തന്നെയാണ് എനിക്ക് അവർ തന്നോണ്ടിരിക്കുന്നത്. ജോലി എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് ജോലിയിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെയും പഠിത്തം തന്നെയാണല്ലോ. ഇവിടെ ഒരു 9 to 5 അല്ലെങ്കിൽ രാവിലെ 10:30 കയറിയാൽ വൈകിട്ട് ഒരു 9 മണി വരെ. ഇതിനിടയ്ക്ക് ഒത്തിരി ബ്രേക്സ് എടുക്കുന്നുണ്ട് പിള്ളേരെ വിളിക്കാനൊക്കെ ആയിട്ട്. പഠിത്തമാണ്. അപ്പോ ഞാൻ കുറെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന വിഷയമല്ലല്ലോ, ഇത് അവർ തരുന്ന വിഷയമാണ്. നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയം വരുമ്പം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ള വിഷയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അത് ഈ ജേർണലിംഗ് ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ ഈ വർക്കിന് കയറിയ സമയം തൊട്ട് ഞാൻ വൈകിട്ട് ഒന്നെങ്കിൽ ജേർണൽ ചെയ്യും, അല്ലെങ്കിൽ എന്റെ ഇതിൽ ഒരു നോട്ട് ഇടും. ഇന്ന് എന്താ സംഭവിച്ചത്, ഇന്ന് ഹൗ ഡിഡ് ഐ പെർഫോം, അല്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ചില ദിവസം ഞാൻ ഉഴപ്പുവാണ്, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഡിസ്ട്രാക്ഷൻ തോന്നുവാണ്, നമ്മൾ അറിയാണ്ട് റീൽസ് കുറെ സ്ക്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് കടക്കാതെ നമ്മൾ ആ വഴിയൊക്കെ കറങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം അത് ജേർണൽ ചെയ്ത് അതിനി എന്ത് ചെയ്യാം, ആക്ഷൻ എന്ത് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴേ നമ്മൾ ഇതെല്ലാം സെറ്റ് ആക്കിയത് കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ശനിയാഴ്ചയാണ് എന്റെ ഡീപ് ക്ലീനിങ് ഷെഡ്യൂൾ വെച്ചേക്കുന്നത്. വീട് ക്ലീൻ ചെയ്യുക ഡ്യൂട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ശനിയാഴ്ചത്ത് മാറ്റിയിട്ട് ഈ പഠിക്കാനുള്ള സംഭവം ഉള്ളപ്പോൾ നമ്മളൊരു 10-30 അല്ലെങ്കിൽ 40 മിനിറ്റ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉറക്കം വരും. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കാൻ പറ്റില്ല. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പയ്യെ പോയിട്ട് ഫ്രണ്ടിലത്തെ മുറി ഒതുക്കും. അത് ഒരു 10 മിനിറ്റ് അലാറം സെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടൊരു 10 മിനിറ്റ് അത് ഒതുക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കും. പഠിച്ചു കഴിഞ്ഞ് നമുക്ക് പിന്നെ ഉറക്കം വരുന്നു, നമ്മൾ ശരിയാവുന്നില്ല എന്ന് പറയുമ്പം ഉച്ചയ്ക്കൊക്കെയാണ് ചിലപ്പം ഒരു 20 മിനിറ്റ് കിടന്നുറങ്ങും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ പോർഷൻസ് ഇപ്പൊ ബുക്ക് ഷെൽഫ് ഒന്ന് ഒതുക്കും, അല്ലെ കുറച്ച് തേങ്ങ ചുരണ്ടി വെക്കും. അങ്ങനെ അല്ലാതെ അടുക്കളപ്പണിയല്ല കേട്ടോ. നമ്മുടെ അടുക്കളപ്പണി രാവിലെ തന്നെ തീർത്തിട്ടാണ് നമ്മൾ വർക്കിന് കയറുന്നത്. ഞാൻ പറഞ്ഞത് അല്ലാതെയുള്ള മീൽ പ്രിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ഓൾറെഡി എഴുതി വെക്കും. അതായത് ഇന്ന് നമുക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. അപ്പം ഈ പറയത്തില്ലേ, നമ്മൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു. അങ്ങനല്ല, നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഫോൺ എടുക്കേണ്ടതിന് പകരം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാന്നേല് നമ്മൾ അതേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇപ്പോഴും എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ളത് ഇപ്പം തുടങ്ങുമ്പോഴേ നമുക്കറിയാം, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വിഷയം നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഉടനെ ഫോൺ എടുക്കും. ഇപ്പൊ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാനിരിക്കുന്നത്. കാരണം എന്നെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. പണ്ടാണെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കും ആൾക്കാർ, കസ്റ്റമേഴ്സ് വിളിക്കും എന്നുള്ളൊരു കാരണം എപ്പോഴും ഫോൺ എടുത്ത് വെക്കും. ഇപ്പൊ ഫോൺ മാറ്റി വെക്കും. പ്ലസ് നമ്മൾ ഉറങ്ങി ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ്, നമുക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നിർത്തി വെച്ച് നമ്മുടെ ടു ഡു ലിസ്റ്റ് അതിൽ സെറ്റ് എഴുതിയിട്ടുണ്ട് ബ്രേക്ക് ടൈമിൽ എന്ത് ചെയ്യണം. സോ ബ്രേക്ക് ടൈമിൽ നമുക്ക് വീട് ഒതുക്കാം. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാം എന്നുള്ളത്. കുറെ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് കുറെ ഉണ്ട്.
എക്സസൈസ് സ്നാക്കിംഗ് അത് ചെയ്യാം. അതിനൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കും. അതായത് ഒരു 10 മണിയാകുമ്പോ അല്ലെങ്കിൽ ഒരു 10:30 ആകുമ്പോ നമ്മളൊരു എക്സസൈസ് സ്നാക്കിംഗ്, അറിയാവോ എക്സസൈസ് സ്നാക്കിംഗ് എന്താണ്? അതായത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് നമ്മള് ഫുഡിന്റെ സ്നാക്ക് ടൈം എന്ന് പറയത്തില്ലേ, അതുപോലെ എക്സസൈസിന്റെ സ്നാക്കിംഗ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 സ്ക്വാറ്റ് ചെയ്യുക, പുഷപ്പ് ചെയ്യുക. വാൾ പുഷപ്പ് ആണ്, എനിക്ക് അല്ലാണ്ട് പുഷപ്പ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഇവിടൊക്കെ ഉണ്ട്. അപ്പോ നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്ന് തോന്നുമ്പോ ഫോൺ എടുക്കുന്നതിന് പകരം ഇത് ചെയ്യണം എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി കൊണ്ടുവരാണ്. അപ്പൊ നമുക്ക് ഇതിനിടയിലുള്ള ഡിസ്ട്രാക്ഷൻ അങ്ങോട്ട് നീണ്ടു നിൽക്കില്ല. ഫോൺ എടുത്താൽ മാത്രമല്ല സ്ക്രോൾ ചെയ്ത് ഒത്തിരി പോകുന്നേ. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് അത് സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റൂല, കാരണം നമ്മൾ ഓൾറെഡി റീൽ അഡിക്റ്റ് ആണ് ഞാൻ. അപ്പൊ ഇതിന് എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിക്കുന്ന പല പല വിദ്യകളിൽ ഒരു സാധനം മാത്രമാണ് ഇത്. ഞാൻ അതായത് നമ്മൾ അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ടയേർഡാണ്, അല്ലെ നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെയും ട്രാക്കിലേക്ക് എത്തിക്കും. അതുപോലെ എല്ലാ ദിവസത്തെയും വർക്ക് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ ഇന്നയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ക്ലയന്റ് ചോദിച്ചു, എനിക്കിത് ഇന്ന പോലെ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു വോയിസ് നോട്ടായിട്ടോ, വോയിസ് നോട്ടിന്റെ ആവശ്യമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ നോട്ട് എടുത്തിട്ട് അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് പകരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്താന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ മതി, അത് തന്നെ ടൈപ്പായി വന്നോളൂല്ലോ. അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതെനിക്ക് പിന്നീട് ഒരു ആവശ്യം വരുമ്പോ നമ്മൾ ബാക്കിലോട്ട് നോക്കാം. ഡേറ്റ് ഇട്ട് ചെയ്യുമ്പോൾ എന്നാ വെച്ചാൽ, ഞാൻ ഇവിടുന്നൊക്കെ വന്ന ഞാനാണ്, അപ്പൊ ഈ വരുന്ന പ്രശ്നമൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കാര്യമാക്കണ്ട, ഇതൊക്കെ നേരത്തെ സംഭവിച്ചല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയാം, ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, എനിക്കൊരു സ്ട്രോങ് മോട്ടിവേഷൻ ഓൾറെഡി എന്റെ ബാങ്ക് ബാലൻസ് ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, എനിക്ക് ജോലി വേണം. ആ ജോലി വേണം എന്നുള്ളതിന്റെ റീസണൊക്കെ ഞാൻ ഓൾറെഡി പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജോലി വേണം. ജോലി എന്ത് വേണം എന്നുള്ളത് ഫിക്സ്ഡ് ആയിരുന്നു. ടെസ്റ്റിംഗ് തന്നെയായിരുന്നു എന്റെ ഇത്. പിന്നെ മാനുവൽ ടെസ്റ്റിംഗ് ആണ് പഠിച്ചെങ്കിൽ പോലും എനിക്ക് കിട്ടിയത് ഓട്ടോമേഷൻ തന്നെയാണ്. കാരണം എനിക്ക് ഡെവലപ്പർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അതിലേക്ക് വന്നു. ഇപ്പൊ അതിന്റെ തന്നെ പഠനമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടിയെന്ന്. ഞാൻ അങ്ങനെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞല്ല സെർച്ച് ചെയ്ത് കേട്ടോ. ഞാൻ എന്തും ഓക്കെയാണ്, ഹൈബ്രിഡോ ഇപ്പൊ 9 to വർക്ക് ഫ്രം ഓഫീസോ എന്തും എനിക്ക് ഓക്കെ ആണെന്നുള്ള മട്ടിലാണ്. എനിക്ക് കിട്ടിയത് ഇതാണ് എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ സ്പെസിഫിക്കലി ഒരു റിമോട്ട് ജോബിന് വേണ്ടി തപ്പിയതൊന്നുമല്ല. ഞാൻ എന്തിനും ഓക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്കൊരു ഉത്തരവില്ല എങ്ങനെ ഇത് കിട്ടും എന്നുള്ളതേ. നമുക്ക് കിട്ടി, അതാണ്. അപ്പം പിന്നെ ഞാൻ എന്നാ പറഞ്ഞ, സ്ട്രോങ് മോട്ടിവേഷൻ പറഞ്ഞു, ഗോള് ഉണ്ട്, പിന്നെ പ്ലാൻ ഉണ്ടാക്കി, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടു ഡു ലിസ്റ്റും ജേർണലിങ്ങും ഒക്കെ എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു. പിന്നെ ഓക്കെ, ഈ കൺസെപ്റ്റ് പഠിക്കുമ്പം നമ്മൾ കുറെ കാര്യങ്ങൾ മറന്നു പോകും. എനിക്കിതൊന്നും ഓർമ്മ നിൽക്കത്തൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ പഠിച്ച കാര്യങ്ങളെല്ലാം എന്താണെന്ന് എനിക്കറിയാം, അപ്ലൈ ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയുമ്പം ആ ടെക്നിക്കൽ ജാർഗൺസ് ഒന്നും എന്റെ വായിക്കകത്ത് നിൽക്കത്തില്ല. അപ്പൊ നമ്മളിത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇന്റർവ്യൂവിന് എന്തെങ്കിലും പെർഫോം ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം എഴുതിയാണ് പഠിച്ചോണ്ടിരുന്നത്. എഴുതി എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കംപ്ലീറ്റ് ഈ നോട്ട് എഴുതുന്ന പോലെ എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും പഠിക്കത്തില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന സംഭവം, മറ്റേ ചിലന്തി വലയുടെ നടുക്കൊരു സംഭവം ഇട്ടിട്ട് അതിന്റെ പല പല സാധനങ്ങൾ ഇങ്ങനെ എഴുതി പഠിക്കത്തില്ലേ. പിന്നീട് ഞാൻ ചെയ്തത്, ഇപ്പൊ ഞാൻ പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു വിഷയം, ആ വിഷയത്തിന്റെ മെയിൻ പോയിന്റ്സ് മാത്രം എഴുതി വെക്കും, ബാക്കിയെല്ലാം നമ്മുടെ തലയിലുണ്ടെന്നേ. അപ്പൊ ഇത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴേ ആ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അന്നും പിറ്റേന്നും 2 ദിവസത്തേക്കും ഇത് തന്നെ നോക്കും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിൽ വരും. പിന്നെ ടെക്നിക്കൽ ജാർഗൺസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ടേംസ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് എഴുതി വെക്കും. ചിലതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയാണ്. എല്ലാം എഴുതി ആണ് പഠിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ കേട്ട് അങ്ങനല്ല പഠിക്കുന്നത്. കൃത്യമായിട്ട് എഴുതി വെച്ച് ഒത്തിരി നോട്ട്ബുക്സ്. പിന്നെ നമ്മൾ നോക്കിയെന്ന് വരത്തില്ല, പക്ഷെ സ്റ്റിൽ ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. ഇപ്പോഴും ഞാൻ പഠിക്കുമ്പോൾ ഇതെല്ലാം എഴുതി ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത്, സോ ദാറ്റ് എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്തു നോക്കണം. അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ആക്ച്വൽ ഇതിലേക്ക് വരുന്നത്. സോ അതിലേക്ക് വരുന്ന സ്റ്റെപ്പ് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. പിന്നെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓക്കെ ഇത് അവിടുന്ന് ഇതിങ്ങനെ നമുക്ക് മനസ്സിലാവും.
അപ്പൊ ഇതിനകത്ത് സൈഡ് ബൈ സൈഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒരു ചെറിയ പ്രോജക്റ്റ് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പകുതി മുക്കാലും ഒക്കെ ചെയ്തു വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഉഴപ്പി പോവേ. അപ്പൊ മാനുവൽ ടെസ്റ്റിങ്ങിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വന്നു കഴിഞ്ഞപ്പോ ഇതെന്തൊരു ബോറിംഗ് ആണെന്ന് തോന്നിപ്പോയി. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു എന്റെ ഇത് ഡെവലപ്മെന്റിൽ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ സൈഡിൽ ചെറിയ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ, ചുമ്മാ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ മൈൻഡ് മാപ്പും ഒക്കെ വെച്ചിട്ട് വേറൊരാളെ പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ പഠിക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ്. അത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ വായുവിൽ വേറൊരാളോട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ പറയും. അപ്പം അന്നെയൊക്കെ വന്നിട്ട് നോക്കുക എന്താണ് അമ്മ ഇരുന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിക്കാറുണ്ട്. വേറൊരാൾക്ക് പറയുന്ന പോലെ ഇമാജിൻ ചെയ്ത് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ അത് ആലോചിച്ചിട്ടൊക്കെയാണല്ലോ എന്താ ഏത് വഴിയാ വരുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബോറടി, സ്ലീപ്പിനെസ്, ഡിസ്ട്രാക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുവിധം ഒക്കെ ഞാൻ പറഞ്ഞു. യെസ്, എന്റെ പോയിന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും മതി എന്ന് തോന്നുന്നു. അത്യാവശ്യം നീണ്ടൊരു വീഡിയോ ആയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പറയാം, ടോപ്പിക് സജഷൻസ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എനിക്കിതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ ഒന്നും കൂടെ പറയുന്നു, മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഗോള് സെറ്റ് ചെയ്തു, പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെയാണ്. അതിനിടയ്ക്ക് നമ്മൾ വഴിതെറ്റി പോകുമ്പോൾ നമ്മളെ ജേർണലിങ്ങും ടു ഡു ലിസ്റ്റും എല്ലാം നമ്മളെ ഇതിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. മൈൻഡ് മാപ്സ് തന്നെ പറയുക, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന പോലെ ഒക്കെ ട്രൈ ചെയ്യുന്നത്. പിന്നെ ബ്രേക്സ്, എഫിഷ്യന്റ് ആയിട്ട് ബ്രേക്ക് എടുക്കുന്നതും ബ്രേക്ക് യൂസ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ മനുഷ്യരല്ലേ, സ്ക്രോൾ ചെയ്യും, ട്രാപ്പിലൊക്കെ പെടും. അതിൽ ഇതൊന്നുമില്ല, അതിൽ റിഗ്രറ്റ് അടിക്കേണ്ട, ഗിൽറ്റ് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യരാണ്. ഇപ്പം ടെക്നോളജി നമ്മളെക്കാളും തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. സോ നമ്മൾ പുതിയ പുതിയ വഴികൾ കണ്ടെടുക്കുക. ഏറ്റവും ബെസ്റ്റ് ജേർണലിംഗ് ചെയ്യാം. നമ്മൾ എന്താണെന്നുള്ളത് ഈ ഫുൾ ഡിസ്ട്രാക്ഷൻ ഇടയ്ക്ക് നമുക്ക് എഴുതുമ്പം ഉരുത്തിരിഞ്ഞ് വരും എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം.